ഈ ലോട്ടസ് ലക്ഷ്മി കോയിൻ യു പിൻ നമുക്കൊന്ന് ചെയ്താലോ? ഇത് നമുക്ക് ഹെയറിൽ, ഇതിന് പല പേരുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ്. ലക്ഷ്മി കോയിൻ എടുക്കുക. കോയിൻ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ എഡ്ജിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാവും. അതിനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് മാറ്റുമ്പോൾ സാധാ കോയിൻ പോലെ ഇരിക്കും. നമുക്കത് പേസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഞങ്ങൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. അത് വളരെ ഭയങ്കര കട്ടിയോ തിക്നെസ്സോ ഒന്നും അങ്ങനെയില്ല. വളരെ ലൈറ്റാണ്. നമുക്ക് കട്ട് ചെയ്ത് നമ്മുടെ സാധാ സിസർ കൊണ്ട് കട്ട് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. ഞാൻ നമ്മുടെ വാക്സ് സ്ട്രിപ്പ് എടുത്ത് വാക്സ് സ്ട്രിപ്പിൽ ഒരു യു ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വരയ്ക്കുന്നു. ആദ്യം ഒരു ലെയർ ഞാൻ നമ്മുടെ കോയിനാണ് വയ്ക്കുന്നത്. ഇത് എങ്ങനെ വേണോ മാറ്റി നിങ്ങൾക്കൊക്കെ ചെയ്യാം. ഞാൻ ലോട്ടസ് ഞാൻ ചെയ്തത് എനിക്കൊരു കസ്റ്റമൈസേഷൻ ആയിരുന്നു. അത് ചെയ്തതാണ് നിങ്ങളെ കാണിക്കുന്നത്. ഒരു ലെയർ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ പേസ്റ്റ് ചെയ്യുക. നമുക്കിനി ഇതിപ്പോൾ ഞാൻ കുറച്ച് എന്താ പറയുക, ഈ ഒരു ഗ്യാപ്പ് വിട്ടാണ് ആ ലക്ഷ്മി കോയിൻ വയ്ക്കുമ്പോൾ ലക്ഷ്മിയുടെ ആ ഒരു കറക്റ്റ് പൊസിഷൻ നമ്മൾ ശ്രദ്ധിച്ച് വയ്ക്കുക. ഒന്ന് നേരെയും ഒന്ന് തലവത്തിന് അങ്ങനെ വരാത്ത രീതിയിൽ ശ്രദ്ധിച്ച് വേണം നമ്മളത് വെക്കാനായിട്ട് കേട്ടോ. ഇനി ഇത് കുറച്ചുകൂടെ അടുക്കായിട്ട് നല്ലതുപോലെ കാശ് പോലെയൊക്കെ പ്രത്യേകിച്ച് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ അടുക്ക് ചെയ്യാം. അല്ല കുറച്ചുകൂടെ നല്ല ഗ്യാപ്പ് ഔട്ട് ചെയ്യണമെങ്കിൽ ഗ്യാപ്പ് ഔട്ട് ചെയ്യാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇനി അതെ സെൻറ്ററിൽ ഞാൻ ഒരു ലോട്ടസ് നമ്മളെന്താ പറയുക 3-2 അത് ചെറുതിൽ ചെയ്യുന്നത്. ഇതിപ്പോൾ കുറച്ചുകൂടെ ഞാൻ വലുതാക്കി ചെയ്യുകയാണ് കേട്ടോ. കണ്ടോ? അപ്പോൾ അതിൻ്റെ എണ്ണം കൂടുതൽ കൊടുക്കുകയാണ്. ഇതുപോലെ സ്റ്റാമ്പ്സ്, അതായത് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രോപ്പ് കുന്തനുമാണ്. ആ ഡ്രോപ്പ് കുന്തനും എടുത്ത് ഗ്ലാസ് കുന്തനിൽ ഡ്രോപ്പ് കുന്തനും ഉണ്ട്, നമ്മളുടെ ഐ കുന്തനും ഉണ്ട്. അപ്പോൾ അതെടുത്തിട്ട് എന്താ പറയുക, ഐക്കുന്തൻ ഓരോന്നോരോന്നായിട്ട് ഞാനിങ്ങനെ ഒത്തിരി ചേർത്തല്ല വെക്കുന്നത്, ചെറിയ ഗ്യാപ്പ് ഇട്ടാണ് അതിനെ ഞാൻ ഇങ്ങനെ ഫിക്സ് ചെയ്യുന്നത്. അഞ്ചെണ്ണമാണ് ഞാൻ ആദ്യത്തെ ലെയറിൽ കൊടുക്കുന്നത്. ഈ അഞ്ചെണ്ണം അറ്റത്തെ രണ്ടെണ്ണം എന്ത് ചെയ്യുക, ചെറുതായിട്ടൊന്ന് സൈഡ് ചരിച്ചു വെക്കുക. ആ ലോട്ടസിൻ്റെ നമ്മുടെ ആ ഒരു ചരിഞ്ഞല്ലേ ഇരിക്കുന്ന അതുപോലെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ മേളിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക. 3 എണ്ണം വയ്ക്കുക. ഫസ്റ്റ് 5 പിന്നെ 3 അടുത്ത് 2 വയ്ക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ മേളിൽ 2 വെച്ച് ഫിക്സ് ചെയ്യുക. വളരെ എളുപ്പമാണ്. നമ്മൾ ലാസ്റ്റ് വയ്ക്കുമ്പോൾ ആദ്യത്തെ ലെയർ വയ്ക്കുമ്പോൾ ഈ 5 എന്താ പറയുക ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ മേളിൽ നമ്മൾ വയ്ക്കുമ്പോൾ ആ ഗ്യാപ്പിൻ്റെ മേളിലാണ് വയ്ക്കുന്നത്. അപ്പോൾ കുറച്ചൊന്ന് വിടർന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് ഇത് ചെയ്യാം. നമ്മളിപ്പോൾ ഇങ്ങനെ ഒന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതിനുശേഷം ഇതിൻ്റെ മേളിൽ കൊടുത്തു നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും എന്ത് ചെയ്യുക, ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഞാൻ പിന്നെ എടുത്തിരിക്കുന്ന ഡ്രോപ്പ് കുന്തനാണ് കേട്ടോ. ഡ്രോപ്പ് കുന്തൻ എടുത്തു. ഒരു 3 ലീഫിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ആ ഒരു താമര കാണത്തില്ലേ, അപ്പോൾ അതുപോലെ ഒരു 3 താഴെ കൊടുക്കുക. ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഗ്യാപ്പിൻ്റെ മേളിൽ അടുത്ത ലെയർ കൊടുക്കുക. അടുത്ത 2 ലെയർ, അടുത്ത ഓരോ ലെയറും അങ്ങനെ ഫിക്സ് ചെയ്യുക. കണ്ടോ? ഇനി അടുത്തത് വയ്ക്കുക. ഞാനിത് യു പിന്നാണ് ചെയ്തത്. നമുക്ക് സെൻറ്റർ ക്ലിപ്പിൽ ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാൻ അതിൻ്റെ മേളിൽ ആ 2 ലീഫില്ലേ അതിൻ്റെ മേളിൽ ഒരു ചെറിയ സ്റ്റോൺസ്, നമുക്കിപ്പോൾ സ്റ്റോൺ വേണമെങ്കിൽ സ്റ്റോൺ കൊടുക്കാം, ഗോൾഡൻ ബീഡ്സ് വേണമെങ്കിൽ ബീഡ്സ് കൊടുക്കാം, അല്ല എങ്കിൽ സെറാമിക് കുന്തൻ. ഞാനിപ്പോൾ സെറാമിക് കുന്തനാണ് കൊടുത്തത്. സെൻറ്ററിൽ കൊടുത്തു. അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുത്തു. ഇത് കട്ട് ചെയ്ത് ഇനിയൊന്ന് നമ്മളുടെ യു പിന്നിലേക്ക് അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം ഈ പുറത്തേക്കൊക്കെ നിൽക്കുന്നത് നമ്മുടെ ലൈറ്റർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ അതങ്ങ് അകത്തേക്ക് പോകും. നല്ല നീറ്റായിട്ട് നിൽക്കും. ഇനി ഇതുപോലെ പുറകിലേക്ക് ഒരു പീസ് എടുക്കുക. അതിന് ജസ്റ്റ് കണ്ടോ ഒന്ന് ഫോൾഡ് ചെയ്യുക. നമ്മളുടെ യു പിന്നിൻ്റെ ആ എഡ്ജ് ഒന്ന് ഉരുക്കി കൊടുക്കുക. അപ്പോൾ ആ ചൂടാകുമ്പോൾ ഇതങ്ങ് പെട്ടെന്നങ്ങ് ഹോളായിട്ടങ്ങ് കയറിക്കോളും അതിലേക്ക്. ഉണ്ടല്ലോ, അത്യാവശ്യം ഒന്ന് ചൂടാവണം. മെഴുകുതിരി ഉണ്ടെങ്കിൽ നമുക്കതിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് നല്ല ചൂടായി കിട്ടും. എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അങ്ങ് അകത്ത് കയറിക്കോളും. ഇതുപോലെ അങ്ങ് കയറ്റിയെടുക്കുക. എന്നിട്ട് പുറകിലേക്ക് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഫിക്സ് ചെയ്താൽ മാത്രം മതിയാവും. വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുത്തതാണ് കേട്ടോ. നമുക്കിത് വാങ്ങിക്കാനൊക്കെ ഒത്തിരി റേറ്റ് ആവും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കസ്റ്റമൈസേഷൻ ആയിരുന്നു. ഒരു 5-6 പീസ് ഉണ്ടായിരുന്നു ചെയ്തത്.
കണ്ടോ, ഇത് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം പുറകിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കുക. ഇത് ഇളകി വരെയൊന്നുമില്ല, വെറുതെ യൂപ്പിൻ വെച്ചാൽ അവിടെ ഫിക്സ് ആയിരുന്നോളും. ഞാനത് ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കസ്റ്റമൈസേഷൻ നല്ല നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തത്. നല്ല നീറ്റായിട്ട് ഫിനിഷിംഗ് ആയിട്ട് തന്നെ ഇരിക്കും. ഇത് നമുക്ക് ഫെൽറ്റ് ഷീറ്റിൽ ചെയ്യാം, നമുക്ക് OSP ട്രാൻസ്പാരൻറ്റ് ഷീറ്റിൽ ചെയ്തെടുക്കാം. നല്ല ഭംഗിയാണ്. ഇത് പല രീതിയിൽ, ഇപ്പോൾ ഞാനിത് ലക്ഷ്മി കോയിൻ വെച്ചിട്ടാണ് ചെയ്തത്, ഇതൊരു കസ്റ്റമൈസേഷൻ ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിത് അല്ലാതെ തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്തെടുക്കാം. നമ്മളെ മുല്ലമുട്ടൊക്കെ വെച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോകൾ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഫുൾ